കുഡിന്റെയും ക്യാനിന്റെയും കറക്റ്റ് യൂസേജ് നിങ്ങൾക്ക് അറിയോ? അങ്ങനെയാണെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന സെന്റൻസുകൾ ഒന്ന് ചെയ്തു നോക്കണേ. കിട്ടിയോ? ഇനി നമുക്ക് ഇത് എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ക്യാൻ നമ്മൾ യൂസ് ചെയ്യുക നമുക്കുള്ള ഒരു കഴിവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ സേ ഐ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ എനിക്ക് പറ്റും. ഐ ക്യാൻ സ്വിം, എനിക്ക് സ്വിം ചെയ്യാൻ നീന്താൻ പറ്റും. ഐ ക്യാൻ സിംഗ്, എനിക്ക് പാടാൻ പറ്റും. ഐ ക്യാൻ ഡാൻസ്, എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റും. അപ്പം നമുക്കുള്ളൊരു കഴിവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ക്യാൻ യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുഡ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? കഴിവിനെ കാണിക്കാൻ തന്നെയാണ്. പക്ഷേ നമ്മൾ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന ഒരു കഴിവ്, അല്ലെങ്കിൽ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പാട്ട് പാടുമായിരുന്നു, പക്ഷെ നമ്മളിപ്പോൾ പാടാറില്ല. അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡാൻസിനൊക്കെ പങ്കെടുക്കുമായിരുന്നു, ഡാൻസ് കളിക്കുമായിരുന്നു, ഇപ്പം കളിക്കാറില്ല എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കത് സെന്റൻസിലാക്കി ഒന്ന് പറഞ്ഞു നോക്കാം. ഐ കുഡ് സ്വിം വെൻ ഐ വാസ് ദെയർ ഇൻ മൈ കോളേജ്. കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഐ കുഡ് സ്വിം, ഞാൻ നീന്തുമായിരുന്നു. ഐ കുഡ് സിംഗ് വെൻ ഐ വാസ് ദെയർ ഇൻ മൈ സ്കൂൾ. സ്കൂൾ ടൈമിൽ, സ്കൂൾ കാലഘട്ടത്തിൽ, വെൻ ഐ വാസ് സ്റ്റഡിയിങ് ഇൻ മൈ സ്കൂൾ ഐ കുഡ് സ്വിം, ഐ കുഡ് സിംഗ് എന്നൊക്കെ നമുക്ക് പറയാം. സ്വിം ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു, സിംഗ് ചെയ്യുമായിരുന്നു, ഇപ്പം ഞാൻ പാടുമായിരുന്നു, ഡാൻസ് കളിക്കുമായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് കുഡ് യൂസ് ചെയ്യാം. ഇപ്പം അത് ഓക്കെ ആണെങ്കിൽ, ക്യാനും കുഡും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ തന്നിരിക്കുന്ന സെന്റൻസുകൾ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അതിന്റെ കറക്റ്റ് ആൻസേഴ്സ് ഒന്ന് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്തേക്കുക. അതിൽ എത്ര കറക്റ്റായി എത്ര തെറ്റായി എന്നുള്ളത് നമുക്കറിയാം. ബൈ ബൈ.